വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. സദേൺ ലെബനനിൽ നിന്ന് നോർത്തേൺ ഇസ്രായേലിലേക്ക് 200-ലധികം റോക്കറ്റുകളും അത്യുഗ്ര സ്ഫോടനശേഷിയുള്ള 18ഓളം ഡ്രോണുകളും അയച്ച് ഹിസ്ബുള്ള ആക്രമണം നടത്തി. ഹിസ്ബുള്ള ബോർഡറിലുള്ള നിരവധി ഇസ്രായേലി മിലിറ്ററി പോസ്റ്റുകളിലേക്കാണ് റോക്കറ്റുകളും ഡ്രോണുകളും അയച്ചത്. ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുന്നത് ഇത് തുടർച്ചയായ 2ാം ദിവസമാണ്. ഗലീലി പ്രദേശത്തും ഗോലാൻ കുന്നുകളിലുമാണ് കൂടുതൽ റോക്കറ്റുകളും പതിച്ചത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാ നാസർ കൊല്ലപ്പെട്ടതിലെ പ്രതികാരമായാണ് ഈ ആക്രമണം. ഇതിനു പകരമായി ഇസ്രായേലും സദേൺ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ബേസുകളെ ആക്രമിച്ചു. ഹിസ്ബുള്ള പറയുന്നത് അവർ ഇസ്രായേലിന്റെ 7ഓളം സൈനിക പോസ്റ്റുകളിലേക്ക് ആക്രമണങ്ങൾ നടത്തിയെന്നാണ്. ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി വാഹനങ്ങൾ നശിക്കുകയും ഏതാനും ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്തു എന്നാണ്. ഹിസ്ബുള്ള പറയുന്നത് അവർ റോക്കറ്റുകൾക്കൊപ്പം ഒരു കൂട്ടം കില്ലർ ഡ്രോണുകളും ഇസ്രായേലി മിലിറ്ററി ബേസുകളെ ലക്ഷ്യമാക്കി അയച്ചിട്ടുണ്ടെന്നാണ്. ഇസ്രായേലിലെ അയൺ ഡോമിനെ നോക്കുകുത്തിയാക്കിയാണ് ഹിസ്ബുള്ള മിസൈലുകളും ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ മിസൈലും ഡ്രോണുകളും ഇസ്രായേൽ ലക്ഷ്യങ്ങൾ കീഴടക്കിയത്. കൂടാതെ ലബനൻ ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലി സെറ്റിൽമെന്റുകളിലും നാശം വിധിച്ചിട്ടുണ്ട്. തിരിച്ച് ഇസ്രായേൽ സേന ലബനനിലെ നക്കുറ പട്ടണത്തിലും വ്യോമാക്രമണം നടത്തി. മാത്രമല്ല ഒട്ടനവധി ക്രോസ് ബോർഡർ ആക്രമണങ്ങളും ഇസ്രായേൽ സേന ഇതേ തുടർന്ന് നടത്തിയിട്ടുണ്ട്. ഗസയിലും ലബനനിലും കൊല്ലപ്പെടുന്നത് സാധാരണ മനുഷ്യർ മാത്രമാണ്. വീടിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഇസ്രായേലിന്റെ ശത്രുക്കൾ. ഹിസ്ബുള്ള ഇസ്രായേലിലെ 7 മിലിറ്ററി ലക്ഷ്യങ്ങളിൽ ആക്രമിച്ചത് കൃത്യതയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. അതിനാലാണ് നിരവധി സൈനികർക്ക് പരിക്കേറ്റതും. ലബനൻ ഇസ്രായേൽ ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ വളർന്ന് വൻ മരമായി മാറുന്നത്. ഹിസ്ബുള്ള തങ്ങളുടെ സൈന്യത്തെ ബോർഡറിൽ നിന്ന് പിൻവലിച്ചില്ലെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം തന്നെ ലബനൻ നേരിടേണ്ടി വരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് അതേ അർത്ഥത്തിൽ തന്നെ ഒട്ടും കൂസാതെ ഹിസ്ബുള്ള നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: ഇസ്രായേൽ ഇതുവരെ കാണാത്ത യുദ്ധമായിരിക്കും അതെന്നാണ്. ആ യുദ്ധത്തിൽ ഹിസ്ബുള്ളക്ക് യാതൊരു യുദ്ധ നിയമങ്ങളും ബാധകമായിരിക്കില്ലെന്നും ആധുനിക യുദ്ധത്തിന്റെ എല്ലാ അതിർവരമ്പുകളും അത് ലംഘിക്കുമെന്നുമാണ് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയത്. എന്തുകൊണ്ടാണെന്നറിയില്ല, പല നിലക്കും ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി ഇതുവരെ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായി കാണുന്നില്ല. ഏകദേശം 100 കിലോമീറ്ററിൽ ലബനന്റെ ഉള്ളിലേക്ക് ഹിസ്ബുള്ളയുടെ ബേസുകൾ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ബോർഡിൽ നിന്നും 35-40 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് എടുത്തുചാടുന്നില്ലെന്നും 2 വിഭാഗത്തെയും ഇത് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. 2 വിഭാഗത്തിനെയും ശക്തി ഇരു കൂട്ടർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഇതിന്റെ പിന്നിലെന്ന് തോന്നുന്നു. 2 വിഭാഗത്തിനും അവരുടെ ശത്രുവിനെ മുഴുവനായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ഹിസ്ബുള്ളയുടെ വാദം ഗസയിൽ ഒരു പരിപൂർണ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രായേലിന്റെ മണ്ണിൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ്. ലബനൻ ബോർഡറിൽ നിന്നും 5 കിലോമീറ്റർ ഉള്ളിലുള്ള നഗരങ്ങളും ഗ്രാമങ്ങളും അവയുടെ ചുറ്റുപാടുകളുമുള്ള സകല പ്രദേശങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നുപോയിരിക്കുന്നു. ഏകദേശം 1,00,000-ത്തിനടുത്ത് ജനങ്ങൾ ഭവനരഹിതമാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ഇസ്രായേലിന്റെ സർജിക്കൽ സ്ട്രൈക്കും ഡ്രോൺ ആക്രമണവും നടക്കുന്നുണ്ട്. 2016-ൽ ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തിൽ ഒരു കെട്ടിടം പാടെ തകർന്നു. അന്ന് 18 ആളുകൾ മരിച്ചതിന്റെ ഒരു സ്മാരകമാണിത്. മരിച്ചവരിൽ നിരവധി കുട്ടികളും ഉണ്ടായിരുന്നു. ഇസ്രായേലിന് അന്നും ഇന്നും നിരപരാധികളുടെ ചോരയിൽ വലിയ താല്പര്യമാണ്. അവർക്കിടയിൽ കുട്ടികളോ വലിയവരോ എന്ന വ്യത്യാസമില്ല. 1996-ൽ ലബനനിലെ ഒരു UN അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മരിച്ചത് 100-ലധികം ലബനാനികളാണ്. പൊള്ളലേറ്റ് മരിക്കുന്ന അവരുടെ നിലവിളിയും വെന്തുമരിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും കത്തിച്ചാമ്പലായ രൂപവും അതിന് സാക്ഷിയാവലിൽ കൂടെ കാണുന്ന ദുസ്വപ്നം പോലെ ഇന്നും ആവർത്തിച്ചു വരുന്നുണ്ട്. തെക്കൻ ലബനനിലെ 18 വർഷത്തെ ഇസ്രായേലി അധിനിവേശത്തിന് ഇല്ലാതാക്കിയ ലബനനിലെ സായുധ പോരാളികൾക്ക് ഇന്നും അഭിമാനിക്കാവുന്നതാണ് അന്നത്തെ ഈ ഇസ്രായേലി ടാങ്ക്.